നിങ്ങളുടെ സ്വാഗതം സ്വീകരിക്കുന്നതിനിടയായതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ ഇപ്പോൾ ഒരു പ്രത്യേക ക്യാമ്പ് അല്ലെങ്കിൽ കോൺഫറൻസ് നടത്തുക. കുട്ടികളെ VBS. വെക്കേഷൻ ബൈബിൾ സ്കൂൾ. നിങ്ങളുടെ ചിന്താ വിഷയം എന്താണ്? അല്ലെങ്കിൽ വാട്ട് ഈസ് ദി തീം ഓഫ് യുവർ ബൈബിൾ സ്കൂൾ? Obey your parents. അതും ഇംഗ്ലീഷ് മലയാളം. മാതാപിതാക്കളെ അനുസരിക്കാം. എനിക്ക് 2-3 പ്രശ്നമാണ്. മാതാപിതാവ് ഇല്ലെങ്കിൽ ആരെ അനുസരിക്കാം? മറ്റുപോയത്. അപ്പൊ ഇത് അനാഥ കുട്ടികളെ നോക്കുകയില്ല, ബാധിക്കുകയില്ല. എനിക്ക് അപ്പനും ഓർമ്മയില്ല. എനിക്ക് അപ്പനൊന്നും ഉണ്ടായിരുന്നു, ഞാൻ ഇപ്പൊ ഇല്ല. അപ്പൊ ഞാൻ ആരെയും ദൈവത്തെ എല്ലാവരുടെയും പിതാവാണ് ദൈവം. സർവ്വലോകത്തിന്റെയും പിതാവാണ്. അതുകൊണ്ട് മാതാപിതാക്കന്മാരില്ലാത്തവരാരും, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കന്മാരില്ലാത്തവരാരും ഉണ്ടോ? ദൈവം നല്ലവരെയാണോ ചീത്ത ആളുകളെയാണോ? നിങ്ങളുടെ അപ്പൻ അനുസരിക്കുന്ന പിള്ളേരെയാണോ അനുസരിക്കാത്തവരെയാണോ സ്നേഹിക്കുന്നത്? അനുസരിക്കാത്തവരെയാണ്. അപ്പനെ ഇതുവരെ ഒരു കാര്യത്തിലും അനുസരിക്കാത്ത ഒരാളും ജീവിതമുണ്ട്. എല്ലാത്തിനും ജനിച്ചപ്പോൾ മുതൽ അപ്പനെ അനുസരിച്ച മെത്രാത്തിനാണേലും അച്ഛനാണേലും വലിയ ആളുകളാണേലും കുഞ്ഞുങ്ങളാണേലും ഇവിടെ ഉണ്ടോ? അപ്പൊ ദൈവം അനുസരിക്കുന്നവരെ മാത്രമാണ് സ്നേഹിക്കുന്നെങ്കിൽ നമ്മുടെ ഈ അച്ഛനെ ദൈവം സ്നേഹിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നു. എന്നാൽ നമ്മളെല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നു. ദൈവം സ്നേഹിക്കാത്ത ഒരു മനുഷ്യൻ. എന്നാൽ ദൈവത്തെ എല്ലാവരും സ്നേഹിക്കുന്നു. ഞങ്ങളെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ പറയും, പറഞ്ഞാൽ കേൾക്കുന്നവനെ കണ്ടാൽ കുടിക്കണം. അങ്ങനെ അനുസരണമാണോ അനുസരണക്കേടാണോ? യേശു ക്രിസ്തു അനുസരണമുള്ളവരായിരുന്നു, അനുസരണം ഇല്ലാത്തവരായിരുന്നു. അച്ഛന്മാർ പറഞ്ഞതെല്ലാം സ്വീകരിച്ചു വഹിച്ചിട്ടുണ്ട്. അച്ഛൻ ഒരു ദിവസം ദേവാലയത്തിൽ പോയി. അവിടെ ഒരു പൂനി വല്യമാണ്. An old lady bent double was sitting there. And she took a place near the wall so that people may not see her bent position. അപ്പോൾ
to, what did he do? He asked that woman to stand up. She stood up. Then he asked a question. Is it good to do evil or good on a Sabbath? See, that's no difference of any matter. Doing good is better than doing evil, isn't it? Now, when Jesus healed that